സ്വരാജ് കൂടി രംഗത്ത് വന്നതോടുകൂടി ഇനി തീപാറും പോരാട്ടം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം എത്ര കൂടുന്നു? നിങ്ങൾ ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ 2006 ശേഷം ഇതാദ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താണ്? അൻവറിന് മറുപടി കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണോ? ഞാൻ സ്മൃതിയുടെ ഇന്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കരുതിയത് ഇന്ന് വലിയ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ എന്നാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും കരുത്തനായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ SFI DYFI നേതാവ്, ഇതാ നിലമ്പൂരുകാരൻ, ഇവിടെ നിലമ്പൂരിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ CPIM പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ നിങ്ങളോട് നല്ലൊരു പോരാട്ടം കാണുകയാണെങ്കിൽ നിങ്ങളെ പോലെ മാധ്യമപ്രവർത്തകരും സന്തോഷിക്കും. അതെ 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 സന്തോഷിക്കണം. നിങ്ങൾ 30-ാം തീയതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താ അത് ഇത്ര 30-ാം തീയതി ആയത് എന്നൊക്കെയായിരുന്നു നിങ്ങളുടെ ചോദ്യം. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യും. മറ്റവരെ പോലെ ഓരോരുത്തരും അങ്ങ് സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങി വന്ന് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് കതറുമിട്ട് പൗഡറുമിട്ട് വന്നിട്ട് ഈ പറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയില്ല. ഓരോരുത്തരും ഇറങ്ങി സ്ഥാനാർത്ഥിയായി തമ്മിൽ തല്ലി തെരുവിൽ അടികൂടി ആളെ കൊല്ലുന്ന ഒരു സംഘടനയല്ല ഞങ്ങളുടേത്. ഞങ്ങൾക്കൊരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൻ്റെ സംസ്ഥാന നേതൃത്വം നിങ്ങളോടും എല്ലാവരോടും പറഞ്ഞു 30-ാം തീയതി ഞങ്ങൾക്ക് യോഗമുണ്ട്, ആ യോഗത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. അതാണ്. സംഘടനാ സംവിധാനത്തിൽ സ്വതന്ത്രനെ തേടുകയായിരുന്നെന്നും നിവൃത്തികേട് കൊണ്ടാണ് സ്വരാജിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. എന്താണ് മറുപടി? പ്രതിപക്ഷ പറയുന്നല്ലേ? പ്രതിപക്ഷം അതുപോലെ എന്തൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞത് പിന്നെ പറയില്ല. നേരത്തെ പ്രതിപക്ഷം പറഞ്ഞത് എന്താ? സ്വരാജിനെ മത്സരിപ്പിക്കുന്ന. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞൂടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സ്വരാജിനെ മത്സരിപ്പിച്ചതെന്ന്? അല്ലേ? പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ സ്വരാജിനെ മത്സരിപ്പിക്കൂ. അപ്പോൾ സ്വരാജിനെ ഇവർക്കൊക്കെ താല്പര്യമാണ്, ഇഷ്ടമാണ്. ഇവർക്കോ പോലും പ്രതിപക്ഷത്തിന് പോലും ഇഷ്ടമുള്ള, അവരംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ മത്സരത്തിനിറക്കിയത്. ഞങ്ങൾ ആരെ തേടി ആരെ തേടിയില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തേടി ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? DCCയുടെ സെക്രട്ടറിയാണ് പറഞ്ഞത്. എന്നെ BJP-ക്കാർ വിളിച്ചേ, എന്നെ കാണാൻ BJP-ക്കാർ വന്നേ, അവരുടെ സ്ഥാനാർത്ഥിയാവാൻ അവരെന്നെ ക്ഷണിച്ചേ എന്നൊക്കെ പറഞ്ഞത് DCC സെക്രട്ടറിയാ. അവരാണ് OLX-ലിട്ട് കാത്തിരിക്കുന്നത് ഞങ്ങളെ വാങ്ങാൻ ആരെങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ശരി, രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ സ്വരാജിന് നിലമ്പൂരിന്റെ ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ മുമ്പ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷിക്കാനാവില്ല. ഇപ്പോൾ സ്വരാജുമായി വ്യക്തിബന്ധമുള്ളവർ ചോദിച്ചപ്പോഴും അദ്ദേഹം അതിൽ താല്പര്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. അതിൽ എത്രയായാലും ആത്യന്തികമായി പാർട്ടിയാണ് തീരുമാനിക്കുക, അതിൽ സംശയമൊന്നുമില്ല. പാർട്ടിയുടെ തീരുമാനത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നു. പക്ഷേ നിങ്ങൾ സ്വതന്ത്രരെ തേടിയിരുന്നു, പക്ഷേ ആപ്റ്റായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താത്തതുകൊണ്ട് സ്വരാജിലേക്ക് എത്തി എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ സ്വരാജ്. അപ്പോൾ ആ പേരിലേക്ക് വരാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ക്ഷീരമുള്ളവർ അകടിയും ചുവട്ടിലും നിങ്ങളുടെ കൗതുകം മറ്റു പലതുവാ. എന്തൊരു കഷ്ടമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? റിപ്പോർട്ടർ ചാനൽ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആരെയും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ നിങ്ങളോട് 30-ാം തീയതി ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞു 30-ാം തീയതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. മറിച്ചൊരു അഭിപ്രായം ഞാൻ ചോദിച്ചതിനോട് മറുപടി പറയാം. നിങ്ങൾ ചോദിച്ചത് മാത്രമല്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രമല്ലല്ലോ. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ, ഏതെങ്കിലും പ്രതിനിധികൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ 30-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു? ഞങ്ങൾ ഏതെങ്കിലും സ്വതന്ത്രരെ തേടുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ? പറ. പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നല്ലോ. നിങ്ങളുടെ ഊഹങ്ങൾ, നിങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസം നിങ്ങൾ എഴുതി കളിച്ചു. എവിടുന്ന് കേട്ടു? നിങ്ങളുണ്ടാക്കി.
നിങ്ങളോട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്ന പേരുകളാണ്. ആ പേരുകളൊക്കെ പറയുന്ന ഘട്ടത്തിൽ അങ്ങനെയെങ്കിൽ അതൊരു വലിയ കുഴപ്പമായി നിങ്ങൾ അവതരിപ്പിച്ചിട്ടുമില്ല. ആ പേരുകൾ അങ്ങനെ നിൽക്കട്ടെ എന്ന രൂപത്തിലാണ് നിങ്ങൾ കണ്ടത്. ഇതൊന്നും തർക്കമില്ലാത്ത കാര്യമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് വസീഫ്. അതിലൊരു തർക്കത്തിന് പ്രശ്നമില്ല. ഞാനിപ്പോൾ തർക്കിക്കാനും അല്ല ചോദിക്കുന്നത്. താങ്കളത് തർക്ക സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകലേ ദയവ് ചെയ്ത്. Debate with Smriti Parathikkad.